നമ്മൾ ഇന്ന് വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കഹാനിയാണ് പഠിക്കുന്നത്. കഹാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ, നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ വൈറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകബാബു എഴുതിയിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് മസ്ദൂർ വർഗോക്ക് ജീവൻ സംഘർഷയ്ക്ക് ബാരേമേ അല്ലേ. തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. नई बसाहटों के कारण हर साल शहर की शक्ल बदल जाती थी. निर्माणाधीन इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज़ वहाँ लौट नहीं सकते थे. ऐसे मजदूर निर्माणाधीन इमारतों के आसपास ही किसी कोने में अपनी गठरियाँ रखकर झूला सुलाकर भोजन बनाते, खाते और रात गुजारते थे. അപ്പോൾ എന്താണ് പറയുന്നത്? നെയ് ബസാഹട്ടോങ്കെ കാരൻ. നെയ് എന്ന് വെച്ചാൽ പുതിയ, ന്യൂ അല്ലേ. പുതിയ ബസാഹട്ടോം അല്ലേ, കെട്ടിടങ്ങളുടെ കാരണത്താൽ ഹർ സാൽ എന്ന് വെച്ചാൽ വർഷമാണ്, ഇയർ, ഓരോ ഇയറും അല്ല ഓരോ വർഷവും ഷഹർ എന്ന് വെച്ചാൽ പട്ടണമാണ്, പട്ടണത്തിനാണ് ഷഹർ എന്ന് പറയുന്നത്. ഷക്ൽ ബദൽ ജാതി തി അല്ലേ, മുഖച്ഛായ. ഷക്ൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖച്ഛായ. ബദൽ ജാതി തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിർമ്മാണാധീൻ ഇമാരത്തോമേ. നിർമ്മാണാധീൻ എന്ന് വെച്ചാൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന, ഇമാരത്ത് കെട്ടിടമാണ്, കെട്ടിടങ്ങളിൽ. കാം കർണേവാലെ. കാം എന്ന് വെച്ചാൽ ജോലിയാണ്, ജോലി ചെയ്യുന്നവർ. മസ്ദൂരോങ്ക ഗാവ് അല്ലേ. മസ്ദൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ. ഗാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമം അല്ലേ, തൊഴിലാളികളുടെ ഗ്രാമം. ഇത്തിനി ദൂർത്താക്കി, ഇത്രയും ദൂരത്തിലായിരുന്നു. വേ റോസ് അല്ലേ, ദിവസവും. റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദിവസവും. വഹാം ലൗട്ട് നഹി സക്തേ അല്ലേ, അവിടെ തിരിച്ച് പോകാൻ പറ്റുമായിരുന്നില്ല. ജോലി സ്ഥലത്ത് നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അത്ര ദൂരത്തിലായിരുന്നു ഈ ജോലി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത്. ഏസെ മസ്ദൂർ, അങ്ങനെയുള്ള തൊഴിലാളികൾ, മസ്ദൂർ തൊഴിലാളികൾ. നിർമ്മാണധീൻ ഇമാരത്തോം കെ. നിർമ്മാണധീൻ എന്ന് വെച്ചാൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, ഇമാരത്തോം കെ അല്ലേ, കെട്ടിടങ്ങളുടെ. ആസ്പാസ് എന്ന് വെച്ചാൽ അടുത്ത് തന്നെ. ഹി കിസി കോനേമേ അല്ലേ, ഏതെങ്കിലും ഒരു കോണിൽ, അവിടെ തന്നെയുള്ള ആ കെട്ടിടങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോണിൽ. അപ്പനി ഗട്ടരിയെന്ന് വെച്ചാൽ എന്താണ്, സഞ്ചി, കെട്ടുകൾ അല്ലേ, തുണികളൊക്കെ നിറച്ചിട്ടുള്ള കെട്ടുകൾ എന്ത് ചെയ്യും, രക്കർ വച്ചിട്ട്. ജൂൽഹ സുൽഗാക്കർ അല്ലേ. ജൂല എന്ന് വെച്ചാൽ അടുപ്പാണ്, അടുപ്പ് കൂട്ടിയിട്ട്. സുൽഗാക്കർ എന്ന് വെച്ചാൽ അടുപ്പ് കൂട്ടിയിട്ട്. ഭോജൻ ബനാത്തെ. ഭോജൻ എന്ന് വെച്ചാൽ എന്താ, ഭോജനം, ഭക്ഷണം അല്ലേ. ബനാത്തെ ഖാത്തെ അല്ലേ, കഴിച്ചിട്ട്. ഓർ രാത്ത് ഗുസർത്തെ അല്ലേ, എന്നിട്ട് രാത്രി കഴിച്ചു കൂട്ടുമായിരുന്നു അവിടെ തന്നെ. ഇൻഹി മസ്ദൂർ പഹരോദാരോമേ ഏക് പരിവാർ കേശവ് കാബീത്ത. ഇൻഹി ഇതേപോലെയുള്ള മസ്ദൂർ അല്ലെ, തൊഴിലാളി. പഹരേദാരോ അല്ലേ, തൊഴിലാളികളുടെ പരിവാർ എന്ന് വെച്ചാൽ കുടുംബം, ഫാമിലിക്കാണ് എന്ത് പരിവാർ എന്ന് പറയുന്നത്, കുടുംബത്തെ പോലെ. കേശവ് കാബി, കേശവൻ്റെയും ഒരു കുടുംബം എന്തായിരുന്നു, ഒരു തൊഴിലാളികളുടെ പാവപ്പെട്ട കുടുംബമായിരുന്നു. കേശവ് 8 साल का छोटा सा അല്ലേ. കേശവന് എത്ര വയസ്സാണ്? 8 साल എന്ന് വെച്ചാൽ 8 വയസ്സാണുള്ളത്. ചോട്ടാസ ചെറിയ, എന്താണ്, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള. നാട്ടാസ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള. സാവ്ലാസ കുറച്ച് ഇരുണ്ട നിറത്തിലുള്ള. ലടുക്കാത്ത അല്ലേ, ആൺകുട്ടിയായിരുന്നു. ഉസ്കെ മാതാപിത, അവൻ്റെ അമ്മയും അച്ഛനും. ബേമേത്തര ജില്ലേ കെ കിസി ഗാവ് സെ യഹാം പഹുഞ്ചേ തേ
ബേമേതര ഗ്രാമത്തിലുള്ള ജില്ലയിലുള്ള കിസി ഗാവ് സേലെ, ഗാവ് എന്ന് വെച്ചാൽ ഗ്രാമത്തിൽ നിന്ന് യഹാം പഹൂഞ്ചത്തെ ഇവിടെ എത്തിച്ചേർന്നവരായിരുന്നു. ഫർവരി മാഹ് കെ അന്ത് മേ അല്ലേ, ഫർവരി എന്ന് വെച്ചാൽ ഫെബ്രുവരി കേട്ടോ, ഫെബ്രുവരി, മാഹ് എന്ന് വെച്ചാൽ മാസത്തിൻ്റെ, അന്ത് മേ അവസാനം, ജബ് ഗർമി അപ്നെ പാവ് പസാർനെ ലഗി തി, ജബ് എന്ന് വെച്ചാൽ എപ്പോഴാണോ, ഗർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചൂട്, അപ്പനെ പാവ് എന്ന് വെച്ചാൽ കാലാണ്, കാല് പസാറിനെ അല്ലേ വയ്ക്കാൻ തുടങ്ങിയിരുന്നത്, ലഗീത്തി അതായത് ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ എന്നെല്ലാം പറയുമ്പോൾ ചൂട് കാലമാണല്ലോ, അപ്പോൾ ചൂട് കാലം തുടക്കത്തിൽ തീസരി കക്ഷാക്കി 3ാം ക്ലാസ്സിലെ അപ്പനി വാർഷിക പരീക്ഷ ദേ ചുക്കനെ കെ ബാദ് അല്ലേ, തൻ്റെ വാർഷിക പരീക്ഷ എഴുതിയതിന് ശേഷം കേശവ് അപ്പനെ ദാദാജി സെ മാതാപിതാക്കെ പാസ്, കേശവ് എന്ത് ചെയ്തു, അപ്പനെ സ്വന്തം, ദാദാജി എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്തു നിന്നും, മാതാപിതാക്കെ അല്ലേ, മാതാപിതാസ് കെ പാസ് അല്ലേ, അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക്, ഷഹർ ജാനേക്ക് അല്ലേ പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി, ജിദ് കർ ബൈട്ട, ജിദ് കർന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി പിടിക്കുക കേട്ടോ, വാശി പിടിച്ചുകൊണ്ടിരുന്നു. ബുഡാപ്പേമേ അല്ലേ വയസ്സുകാലത്ത്, ബച്ചാ കുച്ച അല്ലേ അവശേഷിക്കുന്ന, ബച്ചാ കുച്ച എന്ന് വെച്ചാൽ അവശേഷിക്കുന്ന, ദിമാഗ് അല്ലേ എന്താണ് ബുദ്ധി, ജബ് പോത്തേനെ അല്ലേ, പോത്തേന്ന് വെച്ചാൽ കൊച്ചുമകൻ, കുത്തർണ ശുരു കിയ അല്ലേ, എന്താണ് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലേ, കുത്തർണ എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഹതാശ അല്ലേ, ഹതാശ എന്ന് വെച്ചാൽ നിരാശക്കാണ് ഹതാശ എന്ന് പറയുന്നത്. ഉസ്കെ ദാദാജിനെ ഉസെ ബസ് മേ ബിട്ടാക്കർ, അങ്ങനെ അവസാനം നിരാശനായിട്ട് ഹതാശനായിട്ട് ദാദാജീനെ അല്ലെ, ദാദാജി എന്ത് ചെയ്തു, ഉസെ ബസ് മേ ബിട്ടാക്കർ, അവനെ ബസ്സിൽ ഇരുത്തിയിട്ട്, ബിട്ടാക്കർ എന്ന് വെച്ചാൽ ഇരുത്തിയിട്ട്, വഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാ ചോട, അവിടെയുള്ള തൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നാക്കി കേട്ടോ. അപ്പോൾ എന്നിട്ട് യഹാം ആക്കർ അവിടെ വന്നപ്പോൾ, കേശവ് ദിൻഭർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം മുഴുവനും, ദിൻഭർ കേലിയെ ദിവസം മുഴുവനും ഇവനെന്ത് ചെയ്തു, പരിവാർക്കെ അസ്ഥായി ഡേരേമേ, കുടുംബത്തിൻ്റെ അസ്ഥായി ഒരു ഡേരേമേ അല്ലേ, ഡേര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിലാണ്, അകേലെ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്, പടേ രഹനേക്കോ മസ്ബൂർത്ത അല്ലേ, പടേ രഹനേക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, മസ്ബൂർ എന്ന് വെച്ചാൽ നിർബന്ധിതനായി. ആഖിർ കുച്ച് ദിനോ ആഖിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം, കുച്ച് ദിനം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം, അകുലാത്തെ അല്ലേ ഒറ്റക്ക് ബോറടിച്ചിരിക്കുന്നതിനാണ് അകുലാത്തെ എന്ന് പറയാം. പടേ രഹനേക്കെ ബാദ് അല്ലേ ഒറ്റക്ക് ബോറടിച്ചിരുന്നതിന് ശേഷം, കേശവ് ഉസ് ഡേരെ സെ ബാഹർ നിക്കല, കേശവ് ആ കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ആസ്പാസ് കി അല്ലേ അടുത്തുള്ള, ദൂസരി കോളനിയാം മറ്റ് കോളനികളിൽ, കെ ഉസ്നെ ചക്കർ ലഗായെ, അവിടെയൊക്കെ അടുത്തുള്ള കോളനികളൊക്കെ ചക്കർ ലഗായെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞു ആര്, കേശവ്. ഫിർ ഏക്ക് പിന്നീട് ഒരു, കോളനിക്ക് പാസ് കോളനിയുടെ അടുത്ത്, ലഡുക്കോങ്കോ അല്ലെ ആൺകുട്ടികൾ, ക്രിക്കറ്റ് കളിക്കുന്നത്, കേൾത്ത എന്ന് വെച്ചാൽ കളിക്കുന്നത്, ദേഖ് കർ കണ്ടിട്ട്, ടഹർ ഗയ എന്ന് വെച്ചാൽ നിന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ, നിന്നു. വഹ് ദൂർ ഏക്ക് നീം കെ പേട് കെ നീച്ചെ അല്ലെ, വഹ് ദൂരത്തിലുള്ള ഏക്ക് ഒരു, നീം കെ പേട് എന്ന് വെച്ചാൽ പുളിമരത്തിൻ്റെ നീച്ചെ താഴെ,
ഛായാമേ, ഛായ എന്ന് വെച്ചാൽ തണലിൽ, ബൈട്ട് ഗയ ഇരുന്നു. ബാക്കി ലടുക്കെ, ബാക്കി കുട്ടികൾ നിശ്ചിന്ത് ഹോക്കർ, ഒരു ചിന്തയും കൂടെ, നിശ്ചിന്തമായിട്ടല്ലേ, നിശ്ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിന്തയും കൂടാതെ തന്നെ, മറ്റൊരു ചിന്തയും ഇല്ലാതെ ക്രിക്കറ്റ് കേൾത്തേ രഹെ, ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. केशव अब रोज दिन में लड़कों का खेल देखने उधर आने लगा. കേശവ് അബ് ഇപ്പോൾ, റോസ് ദിവസവും, ദിൻമേ ദിവസങ്ങളിൽ, ലഡുക്കോങ്ക അല്ലെ കുട്ടികളുടെ, ഖേൽ ദേഖ്നെ അല്ലെ കളി കാണാൻ വേണ്ടിയിട്ട്, ഉധർ അവിടേക്ക്, ആനേലക വരാൻ തുടങ്ങി. നീം കെ നീച്ചെ അല്ലെ പുളിമരത്തിൻ്റെ താഴെ, ബൈറ്റെ അപ്ന ഖേൽ ദേഖ് രഹേ അല്ലെ ഇരുന്നു കൊണ്ട് തൻ്റെ കളി കാണുന്ന കേശവിനെ, ലഡുക്കോനെ കുച്ച് ദിനവും അപ്പനെ ഖേൽ മേ തോ ഷാമിൽ നെഹി കിയ, കുട്ടികൾ എന്ത് ചെയ്യില്ല, കുച്ച് ദിനവും അല്ലെ കുറച്ച് ദിവസങ്ങളിലേക്ക്, അപ്പനെ ഖേൽ മേ തൻ്റെ കളിയിൽ, തോ ഷാമിൽ നെഹി കിയ, ഷാമിൽ കരണമെന്ന് വെച്ചാൽ ഉൾപ്പെടുത്തുക, ഷാമിൽ നെഹി കിയ എന്ന് വെച്ചാൽ ഉൾപ്പെടുത്തിയതേ ഇല്ല. മഗർ പക്ഷേ, ഉസെ അപ്പനെ ഹസി മസാക്ക് അല്ലെ ഇവനെ ഹസി മസാക്ക് എന്ന് വെച്ചാൽ കളിയാക്കാനുള്ള വിഷയ് ജറൂർ ബനാലിയാത്ത, വിഷയമായിട്ട് ആരെ കണ്ടു, കേശവിനെ കണ്ടു. ഖേൽമേ ഔട്ട് ഹോക്കർ, കളിയിൽ ഔട്ടായിട്ട്, ആയെ ഓർ പെഹലെ സെ നീം കെ നീച്ചെ ആക്കർ, വന്നിട്ടുള്ള കുട്ടികളിൽ പെഹലെ സെ അല്ലേ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, നീം കെ നീച്ചെ ആക്കർ, ഈ പുളിമരത്തിൻ്റെ താഴെ വന്നിട്ട്, ബൈറ്റയിലെടുക്കെ ഇരിക്കുന്ന കുട്ടികൾ, ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക്, ഉസ്കി ഖോപ്പടി പർ അല്ലേ അവൻ്റെ ഖോപ്പടി എന്ന് വെച്ചാൽ തല അല്ലേ, പുറത്ത് എന്ത് ചെയ്യുന്നു, തബല ബജാത്തെ അല്ലേ തബല അടിക്കണമെന്നിങ്ങനെ അടിച്ച് കളിക്കും വെറുതെ ഇങ്ങനെ. കബി മസാക്കുമേ സിർപ്പർ എന്ത് ചെയ്യും, കബി മസാക്കുമേ മസാക്കുമേ എന്ന് വെച്ചാൽ തമാശക്ക്, സിർപ്പർ എന്ന് വെച്ചാൽ തലയാണ്, തലയിൽ, ഹാത്ത് ബി ജമാദേറ്റ് തലക്ക് അടിക്കും, നല്ലൊരു അടിയങ്ങ് വെച്ച് കൊടുക്കും. തോബി കേശവ് മുസ്കുരാത്ത രഹത്ത, തോബി എന്നാൽ പോലും, കേശവ് എന്ത് ചെയ്യും, മുസ്കുരാത്ത രഹത്ത അല്ലെ പുഞ്ചിരിയോടുകൂടി അല്ലെ പുഞ്ചിരിക്കുന്നതിനാണ് മുസ്കുരാത്ത രഹത്ത അല്ലേ. കുച്ച് ബഡേ ലടുക്കെ സഹാനുഭൂതി ജതാത്തെ, കുറച്ച് മുതിർന്ന കുട്ടികൾ, ബഡേ ലടുക്കെ സഹാനുഭൂതി ജതാത്തെ അല്ലെ സഹാനുഭൂതിയോടുകൂടി കേശവിനെ നോക്കും. ഉസ്കി ഖോപ്പടി കെ പീछे മത് പടോ യാർ ദുഃഖ്താ ഹോഗ, എന്നിട്ട് പറയും, ഉസ്കെ ഖോപ്പടി അല്ലെ അവൻ്റെ പുറത്തിങ്ങനെ അടിക്കാതെ, അവന് ദുഃഖ്താ ഹോഗ എന്ന് വെച്ചാൽ വേദനിക്കുന്നുണ്ടാകും. കുച്ച് ദിനോമേ വഹ് ലഡുക്കോ കെ ഖേൽ കി ജറൂരത്ത് ബി ബൻ ഗയ, അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ ആ കേശവ് എന്ത് ചെയ്തു, കുട്ടികളുടെ കളിയിൽ ഒരു അത്യാവശ്യ ഘടകമായിട്ട്, ജറൂരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് എന്ത് ചെയ്തു വന്നു. കിസി ലടുക്കേക്ക് എന്താണ് അത്യാവശ്യം, സമയപ്പർ ജാന പഹൂഞ്ചിനെപ്പർ, ഏതെങ്കിലും കുട്ടികൾ സമയത്തിന് എത്താതിരിക്കുമ്പോൾ, പഹൂഞ്ചിനെപ്പർ എന്ന് വെച്ചാൽ എത്താതിരിക്കുക. കേശവ് കോ ഉസ്കെ ഘർ ബുലാനെ ബേജിനെ ലഗെ അല്ലെ കേശവിനെ അവരുടെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വിടാൻ തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ കേശവിനെയാണ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. കേശവ് ഉച്ചക് ഉച്ചക്കർ അപ്പനെ നന്നെ ഹാത്തോങ്സെ, ഉച്ചക്കർ എന്ന് വെച്ചാൽ തുള്ളിയിട്ട് എന്ത് ചെയ്തു, അപ്പനെ നന്നെ ഹാത്തോങ്സെ തൻ്റെ കുഞ്ഞ് കൈകൊണ്ട്, ലടുക്കക്ക് ഘർക്കി ഊഞ്ചി കോൾബൽ ബജാത്ത കുട്ടികളുടെ വീട്ടിലുള്ള ഉയരത്തിലുള്ള, ഊഞ്ചി എന്ന് വെച്ചാൽ ഉയരത്തിലുള്ള കോളിംഗ് ബെല്ലുകൾ ബജാത്ത അടിക്കുമായിരുന്നു. ലടുക്ക ഖുദ് അല്ലെ ആ കുട്ടി സ്വന്തം പ്രകട് ഹുവാത്തോ അല്ലെ വരികയാണെങ്കിൽ ടീക്ക് ഹെ
അല്ലേ? ശരിയാണ്. യദി അല്ലെങ്കിൽ ഉസ്കെ ഘർവാലെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലാണ് നിക്കൽ ആത്തേത്തോ അല്ലേ പുറത്തേക്ക് വരുന്നതെങ്കിൽ കേശവ് കോ ദേക്ക് കർ കേശവനെ കണ്ടിട്ട് അപ്പനെ ലഡ്ക്കേക്കോ അല്ലേ തൻ്റെ കുട്ടിയോട് എന്ത് പറയും? ഖേൽനെ ന മേജനേക്ക ഉൻക ഇരാദ ഓർ പക്ക ഹോ ജാത്ത അല്ലേ? എന്നാൽ ഇവൻ്റെ കൂടെ എൻ്റെ കുട്ടീനെ കളിക്കാൻ വിടണ്ട എന്നുള്ള തീരുമാനത്തിൽ ആ പാരൻസ് എത്തുമായിരുന്നു. ഗുല്ലു ആജ് ഖേൽന നെഹി ആയേഗ ഗുല്ലു ഇന്ന് കളിക്കാൻ വരില്ല. പഠായി കരിക അവൻ ഇവിടെ ഇരുന്ന് പഠിക്കും. തും ഭാഗോ യാഹസെ നീ ഇവിടെ നിന്ന് ഓടിപ്പോകും. ഭാഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോകൂ ഇവിടെ നിന്ന്. അപ്പോൾ കേശവ് പറയാണ് ആൻറ്റി എന്ന് വിളിച്ചിട്ട് പറയാണ് ഉസ്കെ ദോസ്ത് അവൻ്റെ ഫ്രണ്ട് ബുലാ രഹേ ഹേ വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത്ത് എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ അവരോട് പറയും. സേ കഹത്ത അല്ലേ അങ്ങനെ പറയുമായിരുന്നു. തുംകോ ഭാഗ്നെ ബോലാ ഹെ അപ്പോൾ അവർ പറയും തുംകോ നിന്നോട് ഭാഗ്നെ അല്ലേ ഓടാനാണ് പറഞ്ഞത്. ഫിർബി എന്നിട്ടും ഖടേ ഹോ എന്നിട്ടും ഇവിടെ നിൽക്കുന്നു. ലാവു ക്യാ ദോ ജാപ്പട്ട് നിനക്ക് 2 അടിയുടെ കുറവുണ്ടല്ലേ. അപ്പോൾ ജാപ്പട്ട് എന്ന് വെച്ചാൽ അടിയാണ്, അടിയുടെ കുറവുണ്ട്. തബ് ഖിലാടി അല്ലേ ഖിലാടി എന്ന് വെച്ചാൽ കളിക്കാർ കി കമി കി പൂർത്തി അപ്പോൾ കളിക്കാരുടെ കുറവ് കമി എന്ന് വെച്ചാൽ കുറവിൻ്റെ പൂർത്തീകരണം കേശവ് സേ കി ജാത്തി അല്ലേ കേശവാണ് നികത്തുന്നത്. മഗർ ദൂർ ഇമാരത്തോം സേ പക്ഷേ ദൂർ ഇമാരത്തോം എന്ന് വെച്ചാൽ കെട്ടിടങ്ങൾ ദൂരത്തുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ജാഡിയെന്ന് വെച്ചാൽ കുറ്റിക്കാട് പിന്നെ ഗന്ദി നാലീസെ ഈ അഴുക്ക് ചാലിൽ നിന്ന് ബോൾ എടുത്തു കൊണ്ടുവരാനുള്ള ജിമ്മ ഉത്തരവാദിത്തം കേശവ് കാഹി ഹോത്ത കേശവിന് തന്നെയാണ് ഉണ്ടാവുക. ചാഹേ വഹ് ദോനോം ടീമോമേ കിസിക ഹിസ്സാ ഹോ അല്ലേ ഹിസ്സ എന്ന് വെച്ചാൽ ഭാഗം ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഏത് ടീമിൽ നിന്ന് ബോൾ പുറത്തേക്ക് പോയാലും ആരാണ് എടുക്കേണ്ടത്? കേശവാണ് എടുക്കുന്നത്. കൈ ബാർ ഉൻകി ബോൾ ഒരുപാട് പ്രാവശ്യം അവരുടെ ബോൾ എവിടെ പോകും? ഘൂങ്കാർ ദമ്പതിക്ക് അഹാത്തേമേ ചലി ജാതി ഘൂങ്കാർ ദമ്പതി എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂവലായിട്ടുള്ള ദമ്പതിമാർ ഭാര്യ ഭർത്താക്കന്മാരുടെ അഹാത്തേമേലെ മുറ്റത്തേക്ക് ചലി ജാതി പോവുമായിരുന്നു. ജിനെ ലഡ്കോങ്ക അല്ലെ അവർക്ക് കുട്ടികൾ ഇധർ ഖേൽന അല്ലെ ഇവിടെ കളിക്കുന്നത് തന്നെ എന്താ പസന്ത് നഹീത ഇഷ്ടമല്ലായിരുന്നു. ബഡേ ലഡ്കോങ്കോ വലിയ ആൺകുട്ടികൾക്ക് വഹാം ബോൾ മാങ്ങിനെ അല്ലെ അവിടെ ബോൾ ചോദിക്കാൻ വേണ്ടി ജാനേ പർ അല്ലെ പോകുന്നതിൽ അപമാനിത് ഹോനെ അല്ലെ അപമാനം തോന്നിയിരുന്നു. ഓർ ബോൾ സെ ഹാത്ത് ധോ ബൈറ്റനേക്ക അല്ലെ ബോള് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നില്ല എന്താ ഡർ രഹിതാത്ത അല്ലേ പേടി തോന്നുമായിരുന്നു. ഡർ എന്ന് വെച്ചാൽ പേടി തോന്നുമായിരുന്നു. ഇസിലിയ അതുകൊണ്ട് അവർ കുറച്ച് ദേർ രുക്കർ നിന്നിട്ട് ചുപുക്കേസെ മിണ്ടാതെ കേശവിനോട് ഉനക്ക് അഹാത്തേക്ക് അന്തർ അവരുടെ മുറ്റത്തിൻ്റെ അകത്തേക്ക് ഉതാർത്തെ എന്താ പറഞ്ഞു വിടുമായിരുന്നു. കേശവ് ബന്ദർ കി തരഹ് ബന്ദർ എന്ന് വെച്ചാൽ കുരങ്ങനാണ്. കേശവ് എന്താ ഒരു കുരങ്ങിനെ പോലെ ബോൾ കോ ഡൂണ്ടുകർ ബോള് എന്താ ഡൂണ്ടുകർ എന്ന് വെച്ചാൽ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ബാഹർ ഉച്ചാൽ ദേത്ത അല്ലെ പുറത്തേക്ക് എറിയും അല്ലെ ഉച്ചാൽ ദേത്ത എറിയും. ലഡ്കെ കേശവ്ക്കോ കുട്ടികൾ കേശവൻ എന്ത് ചെയ്യും? വാപ്പസ് അഹാത്തേക്ക് ബാഹർ പിന്നെയും പുറത്തേക്ക് ആ മുറ്റത്തിൻ്റെ പുറത്തേക്ക് കീഞ്ചിലേത്ത് അല്ലേ എന്നിട്ട് പിന്നെയും പോകുന്ന സമയത്ത് അവിടത്തേക്ക് തന്നെ വലിച്ചിടും. കീഞ്ചിലേനെന്ന് വെച്ചാൽ വലിച്ചു കൊണ്ട് ഇടും. ഖേൽ കെ ജ്യാദാതർ സമയം കേശവ് കിനാരെ ബെട്ട അല്ലേ ഖേൽ കെ ജ്യാദാതർ അല്ലെ കളിയുടെ മുഴുവൻ ഭാഗത്തിലും എന്താ കൂടുതൽ സമയങ്ങളിലും കേശവ് എന്ത് ചെയ്യും? കിനാരെ ബെട്ട തീരത്തിരിക്കും അതായത് ആ മരത്തിൻ്റെ താഴെ പോയി ഇരിക്കും. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.